അപ്പോൾ ആരും കേൾക്കാത്ത അല്ലെങ്കിൽ ആരും പറയാത്ത കുറച്ച് സൂംബ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ പോണത്. ഹായ്, നമസ്കാരം. ഞാൻ ദീപക് വിവി. നിയാഫിയ ഡീടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ നിയാഫിയ ഡീടോക്സിൽ എത്തിയിട്ടുള്ളത് മറ്റാരുമല്ല, ഡാൻസിനെ വളരെ പാഷനായിട്ട് കാണുന്ന, നമ്മൾ ഈ ജീവവായു എന്നൊക്കെ പറയില്ലേ, അതുപോലെ കാണുന്ന, ഡാൻസിനെ പ്രണയിക്കുന്ന, സൂംബയെ പ്രണയിക്കുന്ന, ഇന്ന് കോഴിക്കോട് വളരെ നല്ല രീതിയിൽ ഒരു സൂംബ ട്രെയിനറായിട്ട് പെർഫോം ചെയ്യുന്ന അതുല്യാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ളത്. അതുല്യ, വെൽക്കം ടു നിയാഫിയ ഡീടോക്സ്. ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തു. ഓക്കെ, ഞാൻ അതുല്യ. ഞാൻ ഡാൻസർ ആയിരുന്നു, ഒരു ക്ലാസിക്കൽ ഡാൻസർ, പിന്നെ വെസ്റ്റേൺ ഡാൻസ് കൊറിയോഗ്രാഫർ ആയിരുന്നു. ഇപ്പം സൂംബ ഇൻസ്ട്രക്ടറാണ്. അതിനിടയ്ക്ക് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അക്കൗണ്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സൂംബ ഇൻസ്ട്രക്ടറാണ്, ഇന്റർനാഷണൽ സർട്ടിഫൈഡ്. നിയാഫിയയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എത്ര കാലമായിട്ട് ഡാൻസ് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര കാലമായിട്ട് ഇത് ചെയ്യുന്നത്? ഏത് ടൈപ്പ് ഡാൻസ് ആണ് ചെയ്തിരുന്നത്? ഞാൻ 6 വയസ്സ് തൊട്ടിട്ട് ഡാൻസ് ഫീൽഡിലുണ്ട്. അത് വെസ്റ്റേണും ചെയ്തിട്ടുണ്ട്, ക്ലാസിക്കൽ ഡാൻസും ഒരുപോലെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡാൻസിനെ കുറിച്ചല്ല പറയാൻ പോകുന്നത്, ഇന്ന് സൂംബയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആരും കേൾക്കാത്ത അല്ലെങ്കിൽ ആരും പറയാത്ത കുറച്ച് സൂംബ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ പോണത്. തുടങ്ങിയല്ലോ നമുക്ക്? ഓക്കെ. അപ്പോൾ സൂംബ ട്രെയിനറായിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എൻജോയ് ചെയ്യുന്നുണ്ടോ പ്രൊഫഷൻ? തീർച്ചയായിട്ടും. ഓക്കെ, സൂംബ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു 3 വാക്കിൽ അല്ലെങ്കിൽ 3 വേർഡ്സ് സൂംബയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതൊക്കെ വാക്കാണ് പറയുക? 3 വാക്കിൽ എന്ന് പറഞ്ഞാൽ ഫൺ, ഓക്കെ, ഫിറ്റ്നസ്, ഓക്കെ, കമ്മ്യൂണിറ്റി, സോഷ്യൽ ഇന്ററാക്ഷൻ. നമുക്ക് മൂന്നെണ്ണം മതി. അതിൽ ഇപ്പൊ 4 പറഞ്ഞു, 3 മതി. ഓക്കെ, അതിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്ന ഏതാണ്? ഫൺ, ഓക്കെ, ഫിറ്റ്നസ്, ഓക്കെ, സോഷ്യൽ ഇന്ററാക്ഷൻ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, സൂംബ ഇഷ്ടപ്പെടുന്നവർക്ക് അറിയാൻ പറ്റും, ഭയങ്കരമായിട്ടുള്ള ഫൺ ആക്ടിവിറ്റിയിലൂടെ ഫിറ്റ്നസിന് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് നേരത്തെ സ്റ്റോപ്പ് ചെയ്ത് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു വെച്ചോടും നമുക്ക് തുടങ്ങാം. സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞു അല്ലേ. ഇന്ന് ആളുകൾക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് സോഷ്യൽ ഇന്ററാക്ഷൻ. നമുക്ക് ഈ സ്ട്രെസ്സിൽ പോകുന്നതും ഡിപ്രഷനിലേക്ക് പോകുന്നതും ഒക്കെ മെയിൻ റീസൺ എന്താണ്? നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കൊണ്ടാണ്, ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ്, ആരോടും ഇടപഴകാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ സോഷ്യൽ ഇന്ററാക്ഷൻ ആണല്ലോ ഇന്ന് സൂംബയിൽ ഏറ്റവും കൂടുതൽ ആളെ അട്രാക്ട് ചെയ്ത് വരുന്നത്. ഒരുപാട് ആൾ ക്ലയൻസിനുള്ളത് കൊണ്ട് തന്നെ പറയാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ സോഷ്യൽ ഇന്ററാക്ഷൻ വേണമെങ്കിൽ ആളുകൾക്ക് വരുന്ന ആ ഒരു സൂംബ പ്ലാറ്റ്ഫോം ഇഷ്ടപ്പെടണമെങ്കിൽ അവർക്കൊരു ഫ്ലോർ മാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ട് കാര്യമില്ല, അവരെ ട്രെയിനറിന് വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ആ ട്രെയിനർ എന്താവണം? ഭയങ്കര വൈബ്രന്റ് ആവണം, എനർജറ്റിക് ആവണം, ഭയങ്കര ഹാപ്പി ആവണം. എങ്ങനെയാണ് നമ്മളെ ജീവിതത്തിൽ പല സമയം ഉണ്ടാവില്ല നമുക്ക്, ഈ സമയത്തൊക്കെ നമുക്ക് എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നത്? അല്ലെങ്കിൽ എപ്പോഴും വൈബ്രന്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് ക്ലയൻസിന് മുന്നിൽ നിൽക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഞാനും പണ്ട് എല്ലാരെയും പോലെ തന്നെ എനിക്കും സ്ട്രെസ് ഉണ്ടായിരുന്നു, വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ചെറുപ്പം തൊട്ടേ ആ ഒരു ഡാൻസ് ഫീൽഡിലുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഹാപ്പി ആണെങ്കിലും ഞാനൊരു സങ്കടപ്പെട്ട് നിൽക്കുകയാണെങ്കിലും ഏത് സിറ്റുവേഷനിലും ഞാൻ ഡാൻസ് ചെയ്യും. ഞാൻ ആ ഒരു നമ്മുടെ ഡാൻസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മൈൻഡ് ഫ്രീ ആവും, ഭയങ്കര റിലാക്സ്. ആ ഒരു അതെന്റെ ചിലപ്പോ ഒരു ഹാബിറ്റായി മാറിയിട്ടുണ്ടാവും. ഇപ്പം ആ ഒരു സങ്കടം വരുമ്പോൾ നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം, അത് ഓട്ടോമാറ്റിക്കലി ഞാൻ അതിലോട്ട് പോയി. അപ്പൊ അതിനിടയ്ക്ക് നമ്മൾ ഈ സൂംബയിലോട്ട് ഞാൻ കയറി വന്നപ്പോൾ, ഇത് സൂംബ എന്ന് പറയുന്നത് നമ്മള് മറ്റുള്ളവരെ ഈ ഒരു ഫിറ്റ്നസ്, ആ ഒരു തടി കുറയ്ക്കുക അല്ലെങ്കിൽ ആ വെയിറ്റ് ലോസ് മാത്രമല്ല, ഒരുപാട് സ്ട്രെസ് റിലീഫ് ആവാനും ആ ഒരു മൈൻഡ് ഒന്ന് ഫ്രീ ആവാനും എൻജോയ് ചെയ്യാനും കൂടിയാണ് സൂംബ ചെയ്യാൻ വേണ്ടി ആൾക്കാർ വരുന്നത്. അപ്പൊ ഞാനും ചിന്തിച്ചു, ഇപ്പൊ ഓട്ടോമാറ്റിക്കലി അതെന്റെ ഒരു വർക്കാണ്, കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കുക, നമ്മൾ ആ സൂംബ ചെയ്യുന്നത്. അപ്പൊ ഈ കസ്റ്റമർ ശരിക്കും ഫിറ്റ്നസിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ശരിക്കും ഈ ഹാപ്പിനെസ് കിട്ടാനാണ്. എങ്ങനെയാണ് അത് കസ്റ്റമേഴ്സ് കൂടുതൽ? എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ടോ?